ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും വെല്ലുവിളിച്ച് അർജുൻ ആയി. രക്തസാക്ഷികളുടെ ചോരയിലും ധീരതയിലും പടുത്തുയർത്തിയ ഒരു പാർട്ടിയുടെ യുവരക്തമായി ഞാൻ എന്റെ ജീവന്റെ അവസാന തുടിപ്പ് വരെ വിരട്ടരുത് എന്നും വളർന്ന പാർട്ടി വേറെയാണ് എന്നുമാണ് രമേശ് ചെന്നിത്തലയ്ക്കുള്ള മറുപടി. അർജുനായിക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ നടപടി അവർ എടുത്തോട്ടെ. ഞാനെന്ത് പറയും? അർജുനായിക്കെതിരെ തോക്ക് ഉപയോഗിക്കരുത് ഞാൻ പറയണോ നിങ്ങളോട്? ഇത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഗുണ്ടകളെയും നിലയ്ക്ക് നിർത്താൻ ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. വേറൊന്നുമില്ല, ഓടിച്ചു പിടിച്ചു അത്രയേ ഉള്ളൂ. ഇവിടെ കണ്ണൂർ ടൗണിൽ തന്നെയാണ് പിടിച്ചത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. കണ്ണൂരിൽ നിന്ന് പുലർച്ചെയോടെയാണ് അർജുൻ ആയിങ്കയെ പോലീസ് പിടികൂടിയത്. തളിപ്പറമ്പിൽ ഒളിവിൽ കഴിഞ്ഞ ആയിങ്കി അഭിഭാഷകയെ കാണാൻ എത്തിയപ്പോഴാണ് പിടിയിലായത്. എറണാകുളത്തേക്ക് കൊണ്ടുവരും. പോലീസ് പിന്നീട് ഒരു തുമ്പും കിട്ടിയിരുന്നില്ല ഈ ഓട്ടോ ഡ്രൈവറെ. ഹലോ, ഐ ആം മുകേഷ് യാദവ് മാധവ്. അങ്ങനെ അർജുൻ ആയങ്കയെ പൊക്കിയിരിക്കുന്നു. പൊക്കിയെന്നല്ല പറയേണ്ടത്, ഓടിച്ചിട്ട് പിടിച്ചു എന്ന് തന്നെ പറയണം. അവിടെയൊക്കെ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് പോലീസ് തെക്കോട്ടും വടക്കോട്ടും ഒക്കെ ഓടുമായിരുന്നു. എന്നാൽ 2 CCTV ഫുട്ടേജ് അല്ലാതെ വേറെ ഒന്നും കിട്ടിയിരുന്നില്ല. ഇന്നിപ്പോൾ എന്തായാലും ഒരു ഓട്ടോക്കാരൻ ഒരു ക്ലൂ കൊടുത്തതുകൊണ്ട്, അതായത് ആ ഓട്ടോക്കാരൻ അർജുൻ ആയങ്കയെ തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവനെ പിടിക്കാൻ കഴിഞ്ഞത്. അവിടെയൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. ആരായിരുന്നാലും നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടും അതുപോലെ തന്നെ പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അവരെ എന്തായാലും പൊക്കണം. അതിന് ഏത് പാർട്ടിയിലുള്ള ആളായാൽ പോലും. അവിടെയൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം വലിയ പുണ്യാളനൊന്നും അല്ല. സ്വർണം പൊട്ടിക്കലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടി. അതിന് കുറേ പേര് സപ്പോർട്ടും ഉണ്ട്. എന്തായാലും പോലീസിനെ കണ്ടപ്പോൾ അർജുൻ ആയങ്കി ജീവനം കൊണ്ട് ഓടി. അതിന് പിന്നാലെ പോലീസ് പോയി ഓടിച്ചിട്ട് പിടിച്ചു എന്നാണ് ഇപ്പോൾ വാർത്തകളെല്ലാം കേൾക്കാൻ കഴിയുന്നത്. അവിടെയൊക്കെ പോലീസുകാർ ഈ കഴിഞ്ഞ രാത്രിയിൽ നല്ല രീതിയിൽ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അർജുൻ ആയങ്കിയെ പിടിക്കുന്നതിന് മുമ്പ് പോലീസുകാർ സെർച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. പത്തനംതിട്ടയിൽ നിന്ന് കൃഷ്ണമോഹൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കൃഷ്ണമോഹൻ, ഇന്ന് രാവിലെ കണ്ണൂരിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണങ്ങളിലൊക്കെ കണ്ണൂരിൽ വെച്ച് ഓടിച്ചിട്ട് പിടിച്ചു എന്നുള്ളതൊക്കെയാണ്. ഈ ഓട്ടോ ഡ്രൈവർ മൊഴി കൊടുത്തില്ലായിരുന്നെങ്കിൽ, ഒരു നിർണായക വിവരം കൊടുത്തില്ലായിരുന്നെങ്കിൽ അർജുൻ നിയമവിദഗ്ധരെയും കണ്ടേനെ, നീക്കങ്ങളും നടത്തിയേനെ. അപ്പോൾ പോലീസിന് ഒരു തുമ്പും ഇല്ലായിരുന്നു. ഇന്നലെ രാത്രി പത്തനംതിട്ടയിലും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പോലീസ് സംഘം, അല്ലേ? അതാണ് നിമ്മി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു തുമ്പും പോലീസിനെ സംബന്ധിച്ചില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലെ രാത്രിയിൽ മല്ലപ്പള്ളി പാടിമണിലെ ഈ പരിശോധന. ഇവിടെ എത്തി അവിടുത്തെ മല്ലപ്പള്ളി ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി നിതിന്റെ വീട്ടിൽ രാത്രിയിൽ പോലീസ് കയറുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതിൽ CPMന്റെ പ്രാദേശിക നേതാക്കന്മാർ പറയുന്നത് അർദ്ധരാത്രിയിൽ വീട്ടിൽ പോലീസ് അന്യായമായി കയറുകയാണ്. അർജുൻ ആയങ്കയെ കുറിച്ച് ഒരു വിവരവും തങ്ങൾക്കില്ലെന്ന് പറഞ്ഞിട്ടും നിരവധിയായ വീടുകൾ ഉള്ള ഈ സ്ഥലത്ത് രാത്രിയിൽ പോലീസ് സംഘം ഇരച്ചെത്തി. മാത്രമല്ല തിരുവല്ല, ഈ കീഴ്വായ്പൂർ, ഒപ്പം തന്നെ പെരുമ്പട്ടി അടക്കമുള്ള വിവിധ സ്റ്റേഷനുകളിലെ പോലീസിന്റെ സംഘവും ഉണ്ടായിരുന്നു. ഒരു പോലീസ് പട തന്നെ എത്തി ഈ വീടുകളിൽ പരിശോധന നടത്തുകയായിരുന്നു. അപ്പോൾ അർജുൻ ആയങ്കി വ്യക്തമായ രീതിയിൽ ഈ ഭാഗത്ത് എവിടെ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ളൊരു പെരുമാറ്റ രീതി പോലുമായിരുന്നു പോലീസുകാരുടെ നിന്ന് ഈ നാട്ടുകാരും CPMന്റെ പ്രാദേശിക നേതാക്കന്മാരും പറയുന്നുണ്ട്. CPM ലോക്കൽ സെക്രട്ടറിയുടെയും ഒപ്പം തന്നെ മറ്റ് CPM പ്രവർത്തകരുടെയും ഒക്കെ വീടുകളിലേക്കാണ് കയറുന്നത്. എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എത്തിയതെന്ന് അറിയില്ല. ഇത്രയും പോലീസ് സംഘം ഇരച്ചെത്തിയത് അർദ്ധരാത്രി 12 മണിക്ക് തുടങ്ങിയതാണ് 1 മണി വരെ ആ വീടുകളിലൊക്കെയും പരിസരങ്ങളിലും പരിശോധനയും പോലീസ് സംഭടിച്ചിരുന്നു. അപ്പോൾ പോലീസിന് ഈ അർജുൻ ആയങ്കയുടെ 2 ദൃശ്യങ്ങൾ ഇടപ്പള്ളിയിൽ നിന്നും പാലിയേക്കരയിൽ നിന്നും മറ്റുമൊക്കെ കിട്ടിയെങ്കിൽ പോലീസിന് പിന്നീട് ഒരു തുമ്പും കിട്ടിയിരുന്നില്ല ഈ ഓട്ടോ ഡ്രൈവറെ അയാളുടെ മൊഴി കിട്ടും വരെ എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. ഈ രീതിയിൽ കാറടച്ച് സംസ്ഥാനം മൊത്തവുമുള്ള പരക്കം പാച്ചിൽ. അതിൽ മല്ലപ്പള്ളിയിലും പത്തനംതിട്ടയിലെ മല്ലപ്പള്ളി പാടിമൺ ഭാഗത്തും പോലീസ് സംഘം രാത്രിയിലെത്തി ഈ രീതിയിൽ അർജുനെ കണ്ടോ എന്ന രീതിയിൽ പരിശോധനയ്ക്ക് ഇറങ്ങി. എന്നാൽ സ്ത്രീകളും മാത്രമുള്ള വീടുകളിലൊക്കെയും രാത്രിയിൽ കയറി പോലീസ് അന്യായമായി പരിശോധന നടത്തിയെന്ന പരാതിയും നേതൃത്വം ഉന്നയിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമയത്തും ഇദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ
പോലീസിനെയും എല്ലാവരെയും വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെയുള്ളപ്പോൾ പോലീസുകാർ ഒട്ടും നോക്കിയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം കഴിഞ്ഞ രാത്രിയിൽ പോലീസ് നല്ല രീതിയിൽ സെർച്ച് ചെയ്തത്. എന്തായാലും അന്യ സംസ്ഥാനത്തോട്ട് പോയില്ല എന്ന് പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണൂരുണ്ടാവുമെന്ന് അവർ കരുതി കാണുമായിരിക്കും. ആ സമയത്താണ് ഓട്ടോക്കാരൻ ഇങ്ങനൊരു ക്ലൂവും കൊടുക്കുന്നത്. എന്തായാലും വീരവാദമൊക്കെ അടിച്ച് ജാമ്യം പേടിച്ചിട്ട് ഞാൻ ഈ പുറത്ത് വരത്തോളൂ, അതിനുശേഷം നീയൊക്കെ എന്നെ കാണത്തോളൂ എന്ന് പോലീസിനെതിരെ വെല്ലുവിളിച്ച അർജുൻ ആയെങ്കിൽ ഇപ്പോൾ അകത്തായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ആ വാർത്തയും നമുക്ക് കേട്ടു നോക്കാം. ഇനിയുള്ള നടപടിക്രമം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. അതിൽ ഒന്ന്, കണ്ണൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നൽകിയ ഒരു പരാതിയുണ്ട്. ആ പരാതി പൊതുസമൂഹത്തിൽ ആഭ്യന്തരമന്ത്രിയെ മോശക്കാരനെ ചിത്രീകരിച്ചു, ആഭ്യന്തരമന്ത്രിയെ ഭീഷണിപ്പെടുത്തി തുടങ്ങിയ രീതിയിലുള്ള കേസാണ്. ആ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തണം, സൈബർ കേസിൽ. ആ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ കോടതിയിൽ ഹാജരാക്കണമോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കും. ഇനി അതല്ല, ഒരു ട്രാൻസിറ്റ് വാറണ്ട് സംഘടിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആവശ്യമുണ്ടോ ഇത്രയും ദൂരം കൊണ്ടുപോകുന്നതിന് എന്ന കാര്യം ഒരുപക്ഷെ ആലോചിക്കും. ആ ആലോചനകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് വെല്ലുവിളികളൊക്കെ ആകാമെന്ന് കരുതി, അതും ആഭ്യന്തരമന്ത്രിക്ക് ഏരെയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ റീച്ചൊക്കെ കിട്ടുമല്ലോ, ആളുകൾ കുറേ പേര് ആരാധിക്കുമല്ലോ എന്നൊക്കെ കരുതിയായിരിക്കണം ഈ വെല്ലുവിളിയൊക്കെ നടത്തിയത്. പക്ഷേ അതിപ്പം വലിയ കോടാലിയാകുമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിപ്പോൾ ആഭ്യന്തരമന്ത്രിയും ഭീഷണിപ്പെടുത്തി ഇല്ലെങ്കിൽ വെല്ലുവിളിച്ചു എന്ന രീതിയിലൊക്കെയുള്ള കേസും എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പഴയ കേസുകളും പുതിയ കേസുകളും എല്ലാമായിട്ട് കുറേ കേസുകൾ ഇനി പൊങ്ങി വരുമെന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതിൻ്റെ കൂടെ SIയെ ഭീഷണിപ്പെടുത്തി എന്നുള്ള കേസ്. രണ്ടാമത്തെ കാര്യം, ഇതിൽ തൊടുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ്. തൊടുപുഴ CIയെ ഭീഷണിപ്പെടുത്തി എന്ന കേസ്. അതാണ് ഏറ്റവും വലിയ കേസായിട്ട് ഇപ്പോൾ ഉള്ളത്. ആ കേസിൽ തൊടുപുഴയിൽ നിന്നുള്ള പോലീസ് സംഘം കണ്ണൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഈ തൊടുപുഴ സംഘത്തിന് കൈമാറുകയും അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ഇതിനിടയിൽ നേരത്തെ അതിനെ അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ കണ്ണൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയി വൈദ്യപരിശോധന പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് നിയമപരമായി ഉള്ള നടപടി. ഇനി അർജുൻ ആയെങ്കിൽ ആരാണ്, എവിടെ വെച്ച് പിടിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒന്ന്, ഇന്ന് പുലർച്ചെ 2:15 കണ്ണൂർ നഗരത്തിലുള്ള ഒരു അഭിഭാഷകന്റെ അപ്പാർട്ട്മെന്റിൽ വെച്ച് പിടികൂടി എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ആ അപ്പാർട്ട്മെന്റിൽ ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ എത്തി എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഈ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന വഴിക്കുള്ളതും അതോടൊപ്പം തന്നെ അപ്പാർട്ട്മെന്റിലെയുമായ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. ഒരുപക്ഷെ അവിടെയൊക്കെ ആ ഓട്ടോക്കാരൻ്റെ മൊഴിയായിരിക്കും പോലീസിനെ സഹായിച്ചത്. കാരണം ഉച്ചയോടെ അർജുനായെങ്കിൽ അവിടെ വന്നിട്ടുണ്ടെന്ന് ഓട്ടോക്കാരൻ ക്ലൂ എടുത്തതിനനുസരിച്ച് പോലീസ് CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ടായിരിക്കാം. അതിനുശേഷമായിരിക്കും സെർച്ച് നടത്തിയത്. ഒരുപക്ഷെ അഭിഭാഷകന്റെ വീട്ടിലാണെന്നൊന്നും അവർക്ക് അറിയത്തില്ലായിരിക്കും. ആ ചുറ്റുപാടിൽ എവിടെയെങ്കിലും കാണുമെന്ന് വിചാരിച്ച് തന്നെ ആയിരിക്കണം പോലീസ് നല്ല രീതിയിൽ രാത്രി തന്നെ സെർച്ച് ചെയ്തത്. അതുകൊണ്ട് എന്തായാലും തക്ക സമയത്ത് ഇവനെ കിട്ടുകയും ചെയ്തു. ഇവിടേക്ക് എടുത്തു പറയേണ്ടത്, ഇദ്ദേഹത്തിൻ്റെ 10ഓളം കൂട്ടുകാരെ പോലീസുകാർ പിടിച്ചിരുന്നു, അവരെ ജാമ്യത്തിലും വിട്ടിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഏത് സമയത്തും പോലീസ് വലവിരിക്കാം എന്നുള്ളത് അർജുനായിക്ക് തന്നെ അറിയാം. അതായിരിക്കും അഭിഭാഷകന്റെ വീട്ടിലോട്ട് തന്നെ പോയത്. എന്തായാലും അതിപ്പോൾ അബദ്ധമായെന്ന് തന്നെ പറയണം. അങ്ങനെ സുരക്ഷിതമായി ഈ അപ്പാർട്ട്മെന്റിനകത്ത് അർജുൻ ആയെങ്കിൽ ഉണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പിന്നീടാണ് രാവിലെ ഏതെങ്കിലും രീതിയിൽ കിട്ടാതെ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് രാത്രി 2 മണിയോടുകൂടി ആ വീട്ടിൽ ചെല്ലുകയും പോലീസ് സംഘം അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്തത്. നേരെ കൊണ്ടുവന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന എനിക്ക് പിറകിലുള്ള ഈ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലാണ്. ഈ ടൗൺ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ കാണാം, പത്രമൊക്കെ വായിച്ച് പോലീസുകാരോടൊക്കെ സംസാരിച്ച് വളരെ യാതൊരു രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ആകാംക്ഷയോ ഉത്കണ്ഠയോ ഒന്നും തന്നെ ആയങ്കിയുടെ മുഖത്തില്ല. കാരണം അർജുൻ ആയങ്കിക്ക് അത്തരത്തിൽ ചില സവിശേഷതകളുണ്ട്. കാരണം ഏതെങ്കിലും രീതിയിൽ ഭയപ്പാടുകളോ അല്ലെങ്കിൽ പോലീസ് നടപടിക്രമങ്ങളിലെ പേടിയോ നിയമം ലംഘിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സാധാരണ ഒരു മനുഷ്യനുണ്ടാകാവുന്ന പ്രശ്നങ്ങളോ ഒന്നും തന്നെ അർജുൻ ആയങ്കിയെ വേട്ടയാടുന്ന കാര്യമല്ല. അർജുൻ ആയങ്കി വളരെ സ്ഥിരപ്രജ്ഞനായി ഇത്തരം കേസുകളെല്ലാം തന്നെ നേരിടുന്ന സ്വഭാവമുള്ള ആളാണ്. അത് ആ 2011 സംഭവത്തിനോടുകൂടി പൊതുസമൂഹത്തിനാകെ ബോധ്യപ്പെടുകയും ചെയ്തതാണ്. എങ്ങനെ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടാം, എങ്ങനെ തെളിവുകൾ നശിപ്പിക്കാം എന്നതുൾപ്പെടെയുള്ള വളരെ കൃത്യമായ ബോധ്യമടക്കം ഉള്ളതാണ്. അന്ന് ഈ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ നടത്തിയ ഒരു ഐഫോൺ ഉണ്ടായിരുന്നു. ആ ഐഫോൺ അർജുൻ ആയെങ്കിൽ ഈ അഴീക്കോടുള്ള കടലിൻ്റെ ഒരു ഭാഗത്ത് കടലിലേക്ക് എറിഞ്ഞു കളയുകയാണ് ചെയ്തത്. പോലീസ് പലതവണ അന്വേഷിച്ചിട്ടും ആ ഫോൺ കണ്ടെത്താനായില്ല. ഒടുവിൽ എറിഞ്ഞു കളഞ്ഞു എന്ന് സ്ഥിരീകരിക്കുകയും ആ പുഴയുടെ തീരത്ത്, അതായത് കടലിനോട് ചേർന്ന ഭാഗത്ത് പോലീസ് പരിശോധന നടത്തുകയും ചെയ്തു. അന്ന്
അത് കിട്ടിയതേയില്ല. അന്ന് കിട്ടിയിരുന്നെങ്കിൽ അർജുൻ ആയങ്കി ഇടപാട് നടത്തിയിരുന്ന സ്വർണ്ണക്കടത്ത് സംഘവുമായുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുമായിരുന്നു. ആ കേസിൽ ഒരുപക്ഷെ തുടർ നടപടികളും ഉണ്ടായേനെ. തെളിവുകളുടെ അഭാവത്തിലാണ് പിന്നീട് ഈ അർജുൻ ആയങ്കിക്ക് പുറത്തിറങ്ങി നടക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇവിടെ ഇപ്പോൾ അർജുൻ ആയങ്കി അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസം എല്ലാം അർജുൻ ആയങ്കി ജയിലിൽ കിടക്കുമെന്ന് ആരും കരുതണ്ട. കുറച്ചാൾ കഴിയുമ്പോൾ തന്നെ എന്തായാലും ജാമ്യം കിട്ടും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇവിടെ പീഡിപ്പിച്ചവർക്കും കൊലക്കുറ്റം ചെയ്തവർക്കും ഒക്കെ ജാമ്യം കിട്ടുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇതൊന്നും വലിയ കാര്യമല്ലെന്ന് അവന് തന്നെ അറിയാം. അവിടേക്ക് ഇനി ഏതൊക്കെ വകുപ്പുകളാണ് ഈ പോലീസ് ഇടുന്നതെന്നാണ് അറിയേണ്ടതും. എങ്ങനെയാണ് ഈ കേസ് ട്രീറ്റ് ചെയ്യുന്നതെന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ എത്ര നാൾ ഇദ്ദേഹം അകത്ത് കിടക്കുമെന്ന് അറിയാൻ കഴിയത്തുള്ളൂ. അല്ലാത്ത പക്ഷം സ്വാധീനമുണ്ടെങ്കിൽ തന്നെ നല്ലൊരു വക്കീലുണ്ടെങ്കിലും ഈസി ആയിട്ട് വെളിയിൽ വരാവുന്നതേ ഉള്ളൂ. ഇതിനോടകം തന്നെ അവൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരിക്കും. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടായിരിക്കും ഇറങ്ങി നടന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ കൂടുതൽ കാലം അകത്ത് കിടക്കുന്ന ആരും പ്രതീക്ഷിക്കേണ്ട. ഇതുപോലെ പല കേസുകളിൽ നിന്നും ഈ വ്യക്തി രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. കരിപ്പൂരിൽ നടന്ന സ്വർണം പൊട്ടിക്കൽ കേസ് എന്ന് പറയുന്നത് കേരളം തന്നെ കണ്ട ഏറ്റവും വലിയ ക്രൈമുകൾ, കുറ്റകൃത്യങ്ങളിൽ ഒന്നാണ്. വിദേശത്ത് നിന്ന് സ്വർണം കടത്തുന്നതിന് വേണ്ടി ഒരു സംഘത്തെ ഏർപ്പാട് ചെയ്യുക, ആ സംഘത്തെ കണ്ടെത്തി അതിൽ കൊണ്ടുവരുന്ന സ്വർണം മനസ്സിലാക്കുക, അത് യഥാർത്ഥ ആൾക്കാണോ കൊടുക്കേണ്ടത് അവർക്ക് മാറ്റി മറ്റൊരാൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ വാങ്ങിക്കൊണ്ടുപോകുന്ന അവരെ തട്ടിക്കൊണ്ടു പോവുക എന്ന രീതിയിലായിരുന്നു അതിൻ്റെ പ്ലാൻ. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ വരാന്തയിൽ അല്ലെങ്കിൽ വിമാനത്താവളത്തിൻ്റെ പോർച്ചിൽ ഒരു ഗ്രില്ലിന് മുകളിൽ കാൽ വെച്ച് നിൽക്കുന്ന അർജുൻ ആയങ്കിയുടെ ഒരു ഫോട്ടോ സവിശേഷമായ രീതിയിൽ വസ്ത്രങ്ങൾ ധരിച്ച്, അതായത് എത്രയും പെട്ടെന്ന് തന്നെ സ്വർണ്ണക്കടത്തുകാർക്ക് ആളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയായിരുന്നു ആ രീതിയിൽ വേഷം ധരിച്ച് അർജുൻ ആയങ്കി പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് എങ്ങനെ ഈ സ്വർണം കടത്താം, എങ്ങനെയാണ് സ്വർണം കടത്തുന്നവരെ തട്ടിക്കൊണ്ടുപോവുക, എങ്ങനെയാണ് ഈ സ്വർണം പിന്നീട് മാറ്റി വിൽപ്പന നടത്തുക എന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയും പരിജ്ഞാനമുള്ള ഒരാൾ കേരളത്തിൽ ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. ഒരു സ്വർണം കടത്ത് വിദഗ്ധനാണ് ഈ പറയുന്ന അർജുൻ ആയങ്കി. അത് കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. തെളിവുകൾ കിട്ടാൻ തീരെ സാധ്യതയില്ല, അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ വിദഗ്ധൻ കൂടിയാണ് ഈ അർജുൻ ആയങ്കി എന്ന് പറയുന്ന ഈ ക്രിമിനൽ, അല്ലെങ്കിൽ ഈ ഇത്തരം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വ്യക്തി. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഒരു കുലുക്കമുള്ള മനുഷ്യനായി, ഒരു ടെൻഷനുള്ളൊരു മനുഷ്യനായി നമുക്ക് ഇന്നേ വരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ചത്, ഇവിടെ പിടികൂടിക്കൊണ്ടുവന്ന് സംസാരിച്ചപ്പോൾ പോലും ഇതാണ് പറഞ്ഞത്, കടലിൽ കാണാതെ അയാളെ കിട്ടിയോ, അതായത് എന്നെ പിടികൂടാൻ കഴിഞ്ഞു, കടലിൽ കാണാതെ അയാൾക്കാരെ പിടികൂടാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു പരിഹാസം പോലീസിന് നേരെയുണ്ട്. എന്തായാലും കഴിഞ്ഞ 3 ദിവസമായിട്ട് എല്ലാവരെയും പുച്ഛമായിരുന്നു. പോലീസിനെ പുച്ഛമായിരുന്നു, ആഭ്യന്തര വകുപ്പിനെ പുച്ഛമായിരുന്നു. താനൊരു കുറ്റവും ചെയ്തില്ല, നിരപരാധിയാണ്, 2023 ശേഷം ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല, എന്നെയും എൻ്റെ കൂട്ടുകാരെയും വെറുതെ അറസ്റ്റ് ചെയ്തതാണ്, ഞങ്ങളൊരു വിവാഹത്തിന് പങ്കെടുക്കാൻ വന്നതാണ് എന്നുള്ള നിലയിലൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ ഇവൻ ഇത്രയും ദേഷ്യം തോന്നാനുള്ള കാരണം ഇവൻ്റെ കൂട്ടുകാരെ അറസ്റ്റ് ചെയ്തു, ഇല്ലെങ്കിൽ കൂട്ടുകാരുടെ അടുത്ത് തേടിപ്പോയി ഇവൻ്റെ കാര്യം അന്വേഷിച്ചു എന്നുള്ള നിലയിലാണ് ഇവൻ പോലീസിനെ ഭീഷണിപ്പെടുത്തുന്നത്. ഞാൻ കീഴടങ്ങാമെന്ന് പറഞ്ഞതല്ലേ, ആ സമയത്ത് എന്തുകൊണ്ട് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ചെന്നു, അവരുടെ അടുത്ത് പോയി അന്വേഷിച്ചു, അതുകൊണ്ട് ഇനി ഞാൻ ജാമ്യം നേടിയിട്ടേ പുറത്തിറങ്ങുന്നുള്ളൂ, അതുവരെ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കാമോ എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം വന്നു. ഇത് ആഭ്യന്തരമന്ത്രിയുടെ അടുത്തെന്നു. ആഭ്യന്തരമന്ത്രിയും കളിയാക്കിക്കൊണ്ട് ഇദ്ദേഹം പോസ്റ്റുകളൊക്കെ ഇടാൻ തുടങ്ങി. അങ്ങനെയുള്ളപ്പോൾ എന്തായാലും അധികകാലം കേരളത്തിൽ നിൽക്കാൻ കഴിയത്തില്ല. ഒരുപക്ഷെ ബാക്കിയുള്ള കൂട്ടുകാരെല്ലാം അറസ്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഇങ്ങനെ അഭിഭാഷകൻ്റെ അടുത്ത് തന്നെ നിൽക്കാമെന്ന് കരുതിയത്. പക്ഷേ എന്തായാലും പണി കിട്ടിയെന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ പോലീസുകാർ ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട്. പോലീസ് ചോദ്യം ചെയ്താലോ, പോലീസ് ഏതെങ്കിലും രീതിയിൽ മറ്റ് മുറകൾ പ്രവർത്തിച്ചാലോ ഒന്നും തന്നെ അർജുൻ ആയങ്കി കുലുങ്ങുന്ന ഒരാളല്ല. അർജുൻ ആയങ്കിക്ക് അതിനെല്ലാം തന്നെ കഠിന ഹൃദയമുണ്ട്, അല്ലെങ്കിൽ അത് നേരിടാനുള്ള മാനസികമായ തയ്യാറെടുപ്പുകളും ശേഷിയും എല്ലാം തന്നെ അർജുൻ ആയങ്കിക്കുണ്ട്. കാരണം അത്രമാത്രം വലിയ ഒരു ക്രിമിനൽ കുറ്റമായിരുന്നു അന്ന് സംഭവിച്ചത്. ഈ സ്വർണം പൊട്ടിക്കൽ സംഘത്തെ പിന്തുടർന്ന് വാഹനങ്ങൾ മത്സരിച്ചോടിയപ്പോൾ അപകടത്തിൽപ്പെടുകയും അവിടെ വെച്ച് തന്നെ 4 പേർ മരിക്കുകയും ചെയ്ത സംഭവം എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും. പക്ഷേ അതൊന്നും ഈ അർജുൻ ആയങ്കിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും കുലുക്കമുള്ള കാര്യമല്ല. ആ സംഭവം കഴിഞ്ഞ് ഒന്നും സംഭവിക്കാത്തതുപോലെ നേരെ അഴീക്കോട് വീട്ടിൽ വന്ന് കിടന്നുറങ്ങുകയായിരുന്നു എന്നാണ് അന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. പിന്നീട് മാധ്യമങ്ങളിലെല്ലാം തന്നെ വലിയ വാർത്ത വന്നതിന് ശേഷമാണ് ഒരു ചുവന്ന മാരുതി കാറിൽ അവിടെ നിന്ന് ആ അർജുൻ രക്ഷപ്പെടുകയും ചെയ്തത്. ആ കാർ കണ്ടെത്തുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും.
പക്ഷേ അത്ര വലിയ ഒരു സമാനമായ കേസല്ല ഇപ്പോഴുള്ളത് ആഭ്യന്തരമന്ത്രിയെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. അല്ല, പോലീസ് ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതും ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർ വളരെ മോശമായി സൈബർ ഇടത്തിൽ പ്രതികരിച്ചു എന്നുള്ളതുമൊക്കെ തന്നെയാണ്. എവിടെ ഇരുന്നാലും സൈബർ ഇടത്തിൽ വളരെ വിജിലൻ്റായി പ്രവർത്തിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ സാന്നിധ്യം അറിയിക്കുന്ന ഒരാൾ കൂടിയാണ് അർജുൻ ആയങ്കി. അർജുൻ ആയങ്കിയുടെ പോസ്റ്റുകളെല്ലാം തന്നെ എപ്പോഴും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഇന്നലെ വൈകിട്ട് തന്നെ നമ്മൾ കണ്ടതാണ് പിന്തുണച്ചില്ലെങ്കിലും പിന്നിൽ നിന്ന് കുത്തരുത് എന്ന് MV ജയരാജനുള്ള മറുപടി. ഇവിടെയൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള സഹായം കിട്ടുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് പല ഉന്നതരെയും പരിചയമുള്ളതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള സഹായം ഇവനെ പോലുള്ളവർക്ക് ലഭിക്കുമെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 3 ദിവസം ഒളിച്ചിരിക്കാനും അതും ആരും അറിയാതെ കണ്ണൂർ തന്നെ ഒളിച്ചിരിക്കാനും കഴിഞ്ഞത്. ഒരു സാധാരണപ്പെട്ട ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഇതിനോടൊപ്പം തന്നെ എപ്പോഴേ അറസ്റ്റ് ആയനെ. തീർച്ചയായും അതെ. സ്വർണം പൊട്ടിക്കലിലടക്കം അങ്ങനെ നിരവധി ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രതി ഒളിവിലിരുന്ന് പോലീസിനെ വെല്ലുവിളിക്കുകയാണ്. പിടിക്കാമെങ്കിൽ പിടിക്കൂ എന്ന്. അതിന് പിന്നാലെ ആഭ്യന്തരമന്ത്രിയുടെ മറുപടി വരികയാണ്, ഇനി എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് കണ്ടോളൂ എന്ന്. അതോടുകൂടി പോലീസിന്റെ ഒരു അഭിമാന പ്രശ്നമായി അർജുൻ ആയങ്കിയെ പിടികൂടുന്നത് എന്ന് തന്നെ പറയാം. പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പോസ്റ്റുകൾ പങ്കുവച്ചും ഒരു താരപരിവേഷം സ്വയം ആർജിച്ചെടുത്തുമൊക്കെയായിരുന്നു അർജുൻ ആയങ്കി. വലിയ രീതിയിൽ സപ്പോർട്ടും സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് അർജുൻ ആയങ്കിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളൊരു ഞെട്ടിക്കുന്ന കാര്യമാണ്. തൃശ്ശൂരിൽ അർജുൻ ആയങ്കി ഉണ്ട് എന്നുള്ള വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തുവന്നു. പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതിന് താഴെ വന്ന് അർജുൻ ആയങ്കി കമന്റ് ചെയ്യുന്നത് തൃശ്ശൂരിലുണ്ട് എന്ന് പറഞ്ഞ്. അത്തരത്തിൽ വലിയ രീതിയിൽ പോലീസിനെ പരിഹസിക്കുന്ന തരത്തിലായിരുന്നു അർജുൻ ആയങ്കിയുടെ സമൂഹ മാധ്യമത്തിലെ ഓരോ ഇടപെടലും ഉണ്ടായിരുന്നത്. CK, പക്ഷേ ഈ കമന്റുകളെല്ലാം അല്ലെങ്കിൽ ഈ പോസ്റ്റുകളെല്ലാം അർജുൻ ആയങ്കി തന്നെ ഇട്ടതാണ് എന്ന് നമുക്ക് പൂർണ്ണമായും ഉറപ്പിക്കാൻ സാധിക്കില്ല. കാരണം ആ രീതിയിൽ ഫോൺ കേന്ദ്രീകരിച്ചടക്കം പോലീസ് വലിയ രീതിയിൽ പരിശോധനയും അന്വേഷണവും ഒക്കെ നടത്തിയിരുന്നു. പക്ഷെ അതിൽ പൂർണ്ണമായും പോലീസിന് വിജയിക്കാനായില്ല. പിന്നീട് ഈ കാറ് കേന്ദ്രീകരിച്ചൊക്കെ നടത്തിയ അന്വേഷണത്തിലാണ് കണ്ണൂരിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ വലിയ രീതിയിൽ ഒരു പിന്തുണ പലരുടെ ഭാഗത്തു നിന്നും ഒളിവിൽ കഴിയാനായി അർജുൻ ആയങ്കിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കാവുന്നതാണ്. അതാരൊക്കെ എന്നുള്ളതാണ് ഇനി അറിയേണ്ടതല്ലേ? തീർച്ചയായും അതെ. എന്തായാലും ഹാർബറിംഗ് നടന്നിട്ടുണ്ട്, പിന്തുണ പലരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അല്ല എങ്കിൽ ഈ രീതിയിൽ പോലീസ് കേരളം മുഴുവൻ വളരെ ഗൗരവമേറിയ പരിശോധന നടക്കുമ്പോൾ ഇത്രയും ദിവസം ഏതാണ്ട് 4 ദിവസത്തോളം അർജുൻ ആയങ്കിക്ക് താമസിക്കാൻ കഴിയില്ല. അർജുൻ ആയങ്കിക്ക് എവിടെ നിന്ന് പിന്തുണ കിട്ടി എന്നതും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും 2 ദിവസമായി തളിപ്പറമ്പ് നഗരത്തിലുള്ള ദേശീയപാതയോട് ചേർന്ന ഒരു ബാറിൻ്റെ അകത്തായിരുന്നു എന്നാണ് പോലീസിന് പരിശോധനയിൽ ലഭിച്ച വിവരം. അവിടെ നിന്ന് ഇന്നലെ ഉച്ചയോടുകൂടി കണ്ണൂരിലേക്ക് വരികയും ഇന്ന് പുലർച്ചയോടുകൂടി പോലീസ് പിടികൂടുകയും ചെയ്തു. ഏതായാലും അർജുൻ ആയങ്കിയെ കേന്ദ്രീകരിച്ച് കണ്ണൂർ പോലീസ് നടത്തിയ കണക്കുകൂട്ടലുകൾ തെറ്റിയിട്ടില്ല. കാരണം കണ്ണൂരിൽ തന്നെ ആയങ്കി ഉണ്ടാകും എന്ന് പോലീസുകാർക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം അതിന് പിന്തുണ ലഭിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കണ്ണൂർ തന്നെയാണ്. ഇപ്പോഴും അർജുൻ ആയങ്കിക്ക് പഴയ സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ സംഘത്തിലെ പലരുമായി ബന്ധമുണ്ട്, ആശയവിനിമയമുണ്ട്. അവരെല്ലാം തന്നെ പലപ്പോഴായി ഒത്തുചേരാറുണ്ട്. പിറന്നാൾ പാർട്ടികളും വിവാഹ വാർഷിക പാർട്ടികളും എല്ലാം തന്നെ ആഘോഷിക്കാറുമുണ്ട്. അങ്ങനെയുള്ള ഒരു കൂട്ടുകെട്ട് ഇപ്പോഴും അർജുൻ ആയങ്കിക്ക് ഉണ്ട് എന്നതാണ് പോലീസിന് ഏറ്റവും ഉപകാരമായത്. കാരണം ആ സംഘത്തിൽപ്പെട്ട 8 പേരെ കഴിഞ്ഞ ദിവസം വളപട്ടണം പോലീസ് കരുതൽ കസ്റ്റഡിയിലെടുത്തിരുന്നു. ആ സംഘത്തിൽപ്പെട്ട ഒരാളെ പയ്യന്നൂർ സ്വദേശിയെ തലശ്ശേരി പോലീസും കസ്റ്റഡിയിലെടുത്തു. ഇവരിൽ നിന്നെല്ലാം തന്നെ വളരെ വിശദമായി ചോദ്യം ചെയ്യൽ പോലീസ് നടത്തിയതിന് ശേഷമാണ് അതിൽ നിന്നാണ് ഇപ്പോൾ ഈ വിവരം ലഭിച്ചത്. അങ്ങനെയാണ് തളിപ്പറമ്പ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചതും അതിനുശേഷം കണ്ണൂരിൽ വന്ന വിവരം മനസ്സിലാക്കുകയും ചെയ്തത്. ഏതായാലും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കുറച്ചുകൂടി അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ മുങ്ങി നടക്കുകയും പോലീസിനെ ആകെ മന്ത്രിയെ അടക്കം അപകീർത്തികരമായ രീതിയിൽ പോസ്റ്റ് ഇടുകയും ചെയ്ത ഒരാളെ പിടികൂടാൻ കഴിഞ്ഞു. പക്ഷെ എടുത്തു പറയണമല്ലോ, ഇതിന്റെ പിന്നിലൊക്കെ വലിയ ആൾക്കാർ കാണുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തായാലും പോലീസിന്റെ മാനം കാത്തു. ഇനി ഏതൊക്കെ വകുപ്പിടുമെന്ന് അറിയത്തില്ല, ഇനി എന്തൊക്കെ കുറ്റം ചാർത്തുമെന്ന് അറിയത്തില്ല. ഇതിനേക്കാളും വലിയ കേസുകളിൽ നിന്ന് ഊരി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ കേസായിട്ട് അവന് തോന്നത്തുമില്ല. അവൻ ഈസിയായിട്ട് ഇറങ്ങി പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇനി എന്ത് കണക്കുമെന്ന് കണ്ടറിയാം, വെയിറ്റ് ചെയ്യാം. ഈ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.